2 വർഷങ്ങൾക്കിപ്പുറവും വയനാടിന്റെ മണ്ണിൽ ആ വേദന ബാക്കിയാവുകയാണ്. ഒരു കറുത്ത വെള്ളിയാഴ്ചയിൽ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകും വഴി കാട്ടാനയുടെ മുന്നിൽ അപ്രതീക്ഷിതമായി അകപ്പെട്ടു പോയ VP പോൾ എന്ന സാധാരണക്കാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ആ ദാരുണ സംഭവം നടന്നിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ആ കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയോ? അവരെങ്ങനെ കഴിയുന്നു? പോളിന്റെ മകൾ സോന പറഞ്ഞത് ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. 2024 ഫെബ്രുവരി 16 കുർവ ദ്വീപ് ഇക്കോ ടൂറിസം പദ്ധതിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പാക്കം വെള്ളച്ചാൽ സ്വദേശി VP പോൾ എന്ന 55-കാരൻ ഡ്യൂട്ടിക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. വയനാട്ടിലെ ജനജീവിതം സ്തംഭിപ്പിച്ച വലിയ പ്രതിഷേധങ്ങൾക്കാണ് അന്ന് പോളിന്റെ മരണം സാക്ഷ്യം വഹിച്ചത്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിലും നഗരമധ്യത്തിലും പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ നടത്തിയ സമരം കേരളത്തിലുടനീളം ചർച്ചയായിരുന്നു. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനുള്ള ശാസ്ത്രീയമായ പ്രതിരോധ സംവിധാനങ്ങളും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നായിരുന്നു അന്നുയർന്ന പ്രധാന ആവശ്യം. എന്നാൽ 2 വർഷത്തിന് ശേഷവും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ഭീതി നിലനിൽക്കുന്നു എന്നത് ആശങ്കാജനമാണ്. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിങ്ങുകളും EKG സിസ്റ്റങ്ങളും പലയിടത്തും ഇപ്പോഴും പ്രവർത്തനക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പപ്പ ഡ്യൂട്ടിക്ക് പോയതായിരുന്നു. പപ്പ 8:30 ആകുമ്പോൾ പോകും. പോയി കഴിഞ്ഞ ഒരു 9:30 ആയപ്പോഴത്തേന് ഇവിടെ ഒരാൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് തല ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് തല ഇറങ്ങിയതെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ആന ആക്രമിച്ചതാണെന്നും അങ്ങനെ പിന്നെ അവര് കുറച്ച് സീരിയസ് ആയിട്ട് ഉണ്ടെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയായിരുന്നു. തുടർന്ന് കോഴിക്കോടേക്ക് മാറ്റി അത് കുറെ ഉച്ചയായ പിന്നെയാണ് അവിടെ ചെന്ന ഉടനെ പപ്പ മരിക്കുകയായിരുന്നു. പപ്പയ്ക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നു. വരുമാനം എന്ന് പറയുന്നത് പപ്പയുടെ മാത്രമായിരുന്നു. പപ്പയുടെ പിന്നെ കുറെ കാലം അമ്മ പണിക്കൊന്നും പോകുന്നില്ലായിരുന്നു. പിന്നെ ഒരു വർഷം ആവാറായപ്പോൾ കുറുവാദ്വീപിലായിരുന്നു പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് താൽക്കാലികമായി അടച്ചായിരുന്നു പപ്പയുടെ മരണത്തെ തുടർന്ന്. പിന്നെ പപ്പയ്ക്ക് പകരം അമ്മ പോവുകയായിരുന്നു. അതുവരെ കുടുംബത്തിനൊരു വരുമാനവും ഇല്ലായിരുന്നു. പ്രഖ്യാപിച്ചത് 50 ലക്ഷം തരാമെന്നും ആദ്യം 10 ലക്ഷം തന്ന് 40 ലക്ഷം ശുപാർശ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. അതിൽ അന്ന് നമ്മൾ സമരവും കുറെ പ്രശ്നങ്ങൾ നടത്തിയതിനെ തുടർന്ന് 10 ലക്ഷം കിട്ടി. അല്ലാണ്ട് 40 ലക്ഷത്തിൻ്റെ കാര്യം പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മയ്ക്കൊരു സ്ഥിരജോലി വേണം. കാരണം പപ്പയായിരുന്നു കുടുംബത്തിൻ്റെ ഏക അത്താണി. അതോടെ പിന്നെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്കൊരു പെർമനന്റ് ജോബ് വേണം. പെർമനന്റ് ആയിട്ട് അത്യാവശ്യം ഇച്ചിരി സാലറി ഉള്ള ഞങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ പറ്റുന്ന രീതി വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പഠിത്തം ഇപ്പം +2 തീരാനായി. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഇത് പറഞ്ഞതുപോലെ സർക്കാരും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന കാര്യം. ഫയലുകളിൽ പോളിന്റെ മരണം ഒരു കണക്ക് മാത്രമായിരിക്കാം. പക്ഷെ സോനയ്ക്ക് അത് തന്റെ ലോകത്തിന്റെ തകർച്ചയായിരുന്നു. അച്ഛൻ തണലായിരുന്ന ആ വീട്ടിൽ നിന്നിപ്പോൾ ബാക്കിയുള്ളത് കണ്ണീരും കൈപ്പേറിയ ഓർമ്മകളും മാത്രമാണ്. സോനയുടെയും ആ കുടുംബത്തിന്റെയും കണ്ണീർ തോരണമെങ്കിൽ വനാതിർത്തികളിൽ മനുഷ്യർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം വരണം. അതുവരെ ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.